വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ FJ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ എന്താ പറയാ, ഈശ്വരൻ ഞാൻ ക്യാമറമാൻ ആക്കിയത് പുറകെ, കാരണം ഇവൻ സമ്മതിക്കൂല ഇതെടുക്കാൻ. അപ്പോഴേക്കും മിയ പറഞ്ഞിട്ട് വെച്ചെടുക്കാൻ പറയും. ഇപ്പൊ ഞങ്ങൾ എന്താണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു എന്താ പറയാ വെറുതെ നാളെ സൺഡേ ആയതുകൊണ്ട് നമ്മളൊരു ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ആ ഷോപ്പിന്റെ പേര് തായ എന്ന് പറയുന്ന ഷോപ്പാട്ടോ. അപ്പൊ ഞങ്ങള് താത്താനോട് പറഞ്ഞ് നേരെ ഓടി ഇറങ്ങി. ഞാൻ പറഞ്ഞു മാറ്റിട്ട് വന്നത് താഴെ ഇറങ്ങി വന്നപ്പോ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നത്. അപ്പം നല്ല ഷോപ്പാട്ടോ. നല്ല ഷോപ്പ് പറഞ്ഞാല് നമ്മളെ വയനാട്ടിൽ ഞങ്ങൾക്ക് വൈബ് അടിക്കാൻ പറ്റിയൊരു ഷോപ്പാണ് അവിടെ. എത്ര മണി വരെ അഫോർഡബിൾ, എന്താ പറയാ, മാഗി, പിന്നെ എന്തൊക്കെയുള്ളത്, മോമോസ് ഉണ്ട്, ലോഡർ ഫ്രൈസ് ഉണ്ട്, പെരി പെരി ഉണ്ട്. എന്ത് ആദ്യം എന്താ പറഞ്ഞ ആദ്യം ബൂസ്റ്റ് കോഫി, കോൾഡ് ബൂസ്റ്റ്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ബിഗ് ബോസ് മിസ്സാവും. ഇന്ന് ലാലേട്ട ഫയർ ചെയ്യണ ദിവസമാണ്. ലാലേട്ടൻ ലക്ഷ്മിനെ ഫയർ ചെയ്യണ ദിവസമാണ്. സത്യം ലക്ഷ്മിനെ എനിക്കിഷ്ടല്ല. ലക്ഷ്മിനെ എനിക്കിഷ്ടല്ല കേട്ടോ. അപ്പൊ എന്താ പറയാ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ. ഞാനാണ് പറഞ്ഞോണ്ടിരിക്കണത്. ഈ നൈറ്റ് ഡ്രൈവ് പോവാൻ ആർക്കൊക്കെ താല്പര്യമുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യണേ. അത് അധികം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നൈറ്റ് ഡ്രൈവ് പോകാൻ. നമ്മള് കോഴിക്കോടൊക്കെ ആണെങ്കിലും ഒന്ന് ആലോചിച്ചു. ശരിക്കും വയനാട്ടില് സ്പോട്ട് കുറവായതുകൊണ്ടാണ്. എന്നാലും നമ്മള് മറ്റേ താൻസാനിയയിലെല്ലാം പോയിരിക്കില്ലേ, ടീൻസാനിയയിലെല്ലാം പോയിരിക്കും. ഇപ്പൊ ടീൻസാനിയയില് താഴെ ഇരിക്കുന്ന പോലെ ടീൻസാനിയയിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ടീൻസാനിയയില് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോയി കുറെ സമയം ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. വൈത്തിരിയിലാണ്. ഞങ്ങൾ മയിലാടിപ്പാറ പോണെന്ന് വിചാരിച്ചിരുന്നു നാളെ രാവിലെ എണീറ്റിട്ട്. നാളെ സൺഡേ ആയതുകൊണ്ട്. പക്ഷെ മടി ഞങ്ങളെ സമ്മതിക്കുന്നില്ല. ഞായറാഴ്ച എന്താ കുറച്ചേരം ഉറങ്ങാന്നുള്ളത് ഒരിത്. പക്ഷെ അതിന് ജാഫർക്ക് പിന്നെ കുഴപ്പമില്ല, രാവിലെ എണീറ്റിരിക്കുമല്ലോ, 5 മണിക്ക് എണീറ്റിരിക്കും. ഫോണും എന്റെ മൂട്ടില് ഫോണും കണ്ട് അങ്ങനെ ഇരിക്കുമോ. ഇപ്പൊ അങ്ങനെ ആണില്ലല്ലോ. ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാൻ പുറത്തിറങ്ങി വന്നിരിക്കലാണ്. ഇത് നല്ല ചീത്തയ്ക്ക്, അതുകൊണ്ട് പുറത്തു പോയിട്ടിരിക്കും. അപ്പം എന്താണ്, ഇനി നമുക്ക് എന്താ പറയാ താഴെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, നമ്മള് എന്താ പറയാ താഴെ എത്തിട്ടോ. താഴെ എത്തിയിട്ടില്ല. താഴെ സ്പെൽ എന്താണ്? TH അല്ല, TAAYE. TAYE താഴെ, അങ്ങനെ കേട്ടോ അതിന്റെ സ്പെല്ലിങ് പറയുന്നത്. എന്താണ്? അതെടുത്തോ. ഇത് എവിടെയാന്ന് വെച്ചാല് ചുണ്ടയിലാണ് കേട്ടത്. ചുണ്ടത് അതൊക്കെ ഈ എന്താ പറയാ, ഈ ഫ്ലാറ്റിന്റെ പേരെന്താ? ഗസൽ ഫ്ലാറ്റ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അതാ ഈ കാണുന്ന സ്ഥലം. ഇതാണ് ഈ പാർക്കിന്റെ പേരെന്തായിരുന്നു? സൈക്ലിങ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ സ്വന്തം താഴെ ഷോപ്പ്. ഇവിടെ നല്ല തിരക്കാണ്. അതെ, കണ്ട ഞാൻ സൂം ചെയ്തരാം. താഴെ അടിപൊളി, ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങള് ഇവിടെ എത്തിട്ടോ. എവിടെ? താഴെന്റെ ആംബിയൻസ് ഒന്ന് കാണിച്ചു കൊടുക്ക്. അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു, അത്ര വേണ്ട ആൾക്കാരുണ്ട്. ഞങ്ങള് സ്ഥിരം സ്പോട്ടാണ് കേട്ടോ. അവക്കാടോ മരം കാണിച്ചത്. അവക്കാടോ ഇവിടെ പറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങള് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഞങ്ങളെ സ്ഥിരം സ്പോട്ട്. ഞങ്ങളെന്ന് വെച്ചാല് ജാഫർഖാന്റെ ഫ്രണ്ട്സും ഞങ്ങളും വരുന്ന ഇതന്നെ. ഈ അഥവാ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കും. സീറ്റ് കിട്ടണവരേ ഇങ്ങനെ കാത്തു നിൽക്കും. ഇവിടെ വന്നിരുന്നാലേ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുള്ളൂ.
ഇവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ വയനാട്ടിൽ വരുന്നവരാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സ്പോട്ട് അറിയായിരിക്കും. വയനാട്ടിൽ വരുന്നവരാണെങ്കിൽ ഈ സ്പോട്ടിൽ നിർബന്ധമായിട്ടും ഈ ഒരു ടൈമിൽ വന്നിരിക്കണം കേട്ടോ. നല്ല എന്താ വർത്താനം പറഞ്ഞ് റിലാക്സ് ആയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലം. എനിക്കറിയില്ല, കാരണം ഇത് ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. പ്രമോഷൻ വീഡിയോ ഒന്നുമില്ല, എന്നാലും നമ്മളെ ഫേവറേറ്റ് സ്പോട്ട് ആയതുകൊണ്ട് പറയാണ്. ഒരു എന്താ പറയാ, ഒരു പക്ഷേ നമ്മള് വന്നതില് എത്രയും ദിവസത്തിൽ ഇന്ന് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. പക്ഷെ ഇന്ന് ശരിക്കും ഉച്ചക്ക് മഴ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഉച്ചക്ക് മഴ പെയ്തോ? ചെറുതായിട്ട് മഴ ചെയ്തിരിക്കണം. നിങ്ങൾ ആരും അറിഞ്ഞില്ല? അതാ ഞാൻ ഇഷ്യൂനോട് ചോദിച്ചത്, ഇന്ന് ഉച്ചക്ക് മഴ പെയ്തോന്ന്. ചെറുതായിട്ടൊന്ന് മഴ ചെയ്തിരിക്കണം. താത്ത അല്ല ഉറങ്ങി, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അമ്മ ഉറങ്ങി. 5 ദിവസമായില്ലേ നിക്കുന്നത്, അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും. എനിക്കിങ്ങനെ എന്താ പറയാ, ചായ കുടിക്കാൻ വന്നപ്പോ ഞാനും ജാഫർക്കും പണ്ട് ജ്യൂസ് കുടിക്കാൻ പോയി. ന്യൂ ബേക്കില്, കൽപ്പറ്റ ന്യൂ ബേക്കില്. അന്ന് ജ്യൂസ് അല്ല, ലൈമും പപ്സും. അയ്യാ, പ്രേമിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിലെ +1 പക്ഷെ അന്നും ഞാൻ പപ്സ് ഒന്നുമില്ല, കാരണം മടിയായിരിക്കുമല്ലോ. അതായത് നമ്മളില്ല, പിന്നെ പബ്സ് തിന്നാണെങ്കിൽ മാത്രം ഫോർമാലിറ്റിക്ക് തിന്നാൻ പറ്റൂല. സത്യം, എങ്ങനെയായാലും പൊടിഞ്ഞു പോകും. പപ്സ് എന്താ പറയാ, നമുക്ക് അത് നമുക്ക് വൃത്തി തിന്നാൻ പറ്റൂല. ഇനി എങ്ങനെ വൃത്തി കഴിച്ചാലും ആ പൊടി ഉണ്ടാവും. അങ്ങനത്തെ കുറെ ഫുഡ് ഉണ്ട് ഫോർമാലിറ്റി അടിച്ചിട്ട് തിന്നാൻ പറ്റാത്ത. കാരണം എങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും പൊടിയാവും. അതെ, സത്യം സത്യം. കാടൊന്നും നമുക്ക് ഇങ്ങനെ നുള്ളി തിന്നാൻ പറ്റൂല, കാട വലിച്ചു. പിന്നെ അതല്ല, ക്രാബ് ചില സമയത്ത് നല്ല എല്ല് കിട്ടും ചില പരിപാടി. അപ്പൊ ഈ എല്ല് കടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് എല്ലിന്റെ എക്സ്പേർട്ടാണ് താത്ത. അതെ, എല്ല് തിന്നണ ആളാണ്. അതാണ് നമ്മള് പണ്ടത്തെ ഞങ്ങള് ന്യൂബേക്ക് പറഞ്ഞ കൽപ്പറ്റ കേട്ടോ. പക്ഷേ എന്റെ സ്കൂളിൽ ലോറി ഇങ്ങനെ കോണടിക്കാൻ പാടുണ്ടോ? ഇപ്പൊ എന്റെ സ്കൂളാണെങ്കിൽ ഞാൻ ടൗണിലേക്ക് നടക്കാൻ പറ്റൂല, കാരണം എന്റെ വീട് ഉള്ളോട്ടാണ്, അല്ല എന്റെ വീട്. അപ്പൊ ഞാൻ നടന്നു പോവും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ, അവരൊക്കെ സ്റ്റാൻഡിൽ പോയിട്ടാണ് ബസ് കയറുക. എന്നിട്ട് ഞാൻ പോയിട്ട് എന്താണ് ടൗണിൽ പോയി ബസ് കയറിയിട്ട് എന്റെ സ്കൂളിന്റെ അവിടെ ഇറങ്ങും. എന്നിട്ട് സ്കൂളിന്റെ അവിടെ നിന്ന് വീണ്ടും നടക്കും. അതൊക്കെ ഒരു കാലായിരുന്നു അല്ലേ? അത് ഭയങ്കര കാലായിരുന്നു. പണ്ട് നമ്മള് പിന്നെ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് നടന്നത്, കൽപ്പറ്റയ്ക്ക് നടന്ന കഥ പറയുമ്പോ ഇവള് തുടങ്ങും. നിങ്ങൾ നടന്ന കഥ പറയാൻ തുടങ്ങിയല്ലേ? അതൊരു കാലായിരുന്നു. ഇപ്പത്തെ കുട്ടികൾക്ക് അറിയോന്ന് അറിയില്ല. നമ്മളെ പണ്ടത്തെ ചട്ടിമുട്ടായി, തേൻ മുട്ടായി ഒക്കെ മേടിച്ചിട്ട് നമ്മള് കടല, പുളിമുട്ടായി, പുളി അച്ചാറ് ആക്കെയാണ്. ഇന്ന് ഞാൻ എന്ത് പറയാൻ വന്നു, അതിന്റെ ഇടയിൽ നിങ്ങളത് പറഞ്ഞു. അതന്നെ നമ്മള് ജ്യൂസ് കുടിക്കാൻ പോയത്. ജ്യൂസ് കുടിക്കാൻ പോയി. പക്ഷെ എന്താ പറയാ, സ്കൂൾ കാലഘട്ടത്തിൽ ഞങ്ങള് 4 വർഷം പ്രേമിച്ചിരിക്കണം സ്കൂൾ കാലഘട്ടത്തില്. ഞാൻ കോളേജിൽ കയറിയപ്പോ നമ്മൾ പ്രേമിച്ചത്, ഞാനപ്പോ കോളേജിൽ പോയില്ല. ഞാൻ വെച്ചിരുന്നത് ഇവള് പ്രേമിച്ചതാണ്. അങ്ങനല്ല, ഞാൻ 4 കൊല്ലം പ്രേമിച്ചതില് ജാഫർ ഖാൻ ഞാൻ അധികം കണ്ടിട്ടില്ല. കാണുകയെന്ന് വെച്ചാല് കാണും, ഒരു 5 മിനിറ്റ് സംസാരിക്കും, പോകും. കാരണം നമ്മളെ സ്വന്തം നാടായതുകൊണ്ട് പറ്റൂലല്ലോ. പിന്നെ ഞാൻ പഠിച്ച മൈസൂർ പോയതിന് ശേഷമാണ് കാണാൻ. അതെങ്ങനെയാണെന്നറിയാം, ഞാൻ വരും, ഞാൻ ആഴ്ചയിലാ വരിക. ആഴ്ചയിൽ വരുമ്പോ വന്നിട്ട് ഗൂഗിള് ഉണ്ടാവും, ഗൂഗിള് ഇന്നോവേറ്റ് ഉണ്ടാവും. ഗൂഗിള് വരും, എന്നിട്ട് ചിലപ്പോ ശിവ ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് സ്കൂളിന്റെ അവിടെ എന്നെ ഗൂഗിള് ഡ്രോപ്പ് ചെയ്തിട്ട് ഗൂഗിള് പോകും. ഇങ്ങനെ സംസാരിച്ചിട്ടാണ്. പക്ഷെ അറിയില്ല നമ്മൾ അങ്ങനെ സംസാരിക്കാണ്. രണ്ടാൾക്കാര് രണ്ടിതായിട്ട് പോണ വരിക. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഇവള് വീട് എത്താൻ നേരത്ത് കറക്റ്റ് ഗൂഗിള് വരും, വണ്ടി കയറിയിട്ട് ഞാനാണ്. അതൊരു ഭയങ്കര കാലം. പ്രേമിക്കുന്ന കാലം മാത്രമല്ല, പക്ഷെ പ്രേമിക്കുന്ന കാലം മാത്രല്ല ഞാൻ പറയണ എന്താ വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മളാ പഴയ കാലങ്ങളൊന്നും
ഇപ്പത്തെ കുട്ടികൾക്ക് ഇല്ല. കാരണം നമ്മളൊക്കെ റിസ്ക് എടുത്ത് ഫോൺ ചെയ്യാ, എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം ഫോൺ ചെയ്യാ, 100 SMS. ഇപ്പത്തെ കുട്ടികൾക്കൊന്നും 100 SMS ഒന്നും അറിയില്ല കേട്ടോ. ഇപ്പൊ അൺലിമിറ്റഡ് ആണ്, അതൊക്കെയാണ്. എപ്പോ വേണമെങ്കിലും വിളിക്കാം, എല്ലാ കുട്ടികളിലും ഫോണാണ്. നമുക്കൊക്കെ എനിക്ക് ഫോൺ കിട്ടിയത് കോളേജിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ് കോളേജ് കിട്ടിയത് ഫോൺ കിട്ടിയത്. അത് കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഫോൺ കിട്ടിയത് കേട്ടോ. അതിന്റെ ഇടയിൽ ഒന്നും ഞങ്ങൾക്ക് ഫോണേ കിട്ടിയില്ല. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ എന്താ ഫുൾ ടൈം ഫോണ് എല്ലാം ചെയ്യാം, സുഖല്ലേ. 20s കുറ്റം പറഞ്ഞതല്ല കേട്ടോ. 2K kids and 90s. ഇപ്പൊ എല്ലാ ഓപ്ഷനും ഉണ്ട്. കാണാം. ഇതിപ്പോ ചിലപ്പോ ജാഫറൊക്കെ ഒരു വെള്ളിയാഴ്ച വന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടാവും 2 വരും നമുക്ക് കാണാം. പക്ഷെ ഉച്ചക്ക് സ്കൂൾ വിടും. ഒരു മിനിറ്റ്, നമ്മള് ഫുഡ് വന്നു. ഓക്കെ. നമ്മൾ ഓർഡർ ചെയ്ത് നല്ല മാഗി ഇട്ടോ വിട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഫുള്ളാക്കി. ഇവിടുത്തെ മാഗി ആവുമ്പോ ഒരു രക്ഷയില്ല. ആന്റി ബാക്കി പറഞ്ഞു. ഞാൻ മാഗിന്റെ കാര്യം പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ മാഗി ഉണ്ട്. പിന്നെ സോറി പറഞ്ഞു ഫുള്ളാക്കി. ആഫർക്ക് രാവിലെ പറയും ഞാൻ വൈകുന്നേരം വരും ഇന്ന് കാണാൻ പറയും. പക്ഷെ ചില സമയത്ത് നമുക്ക് ഇപ്പത്തെ കുട്ടികൾക്കൊന്നുമില്ല, ഉച്ചക്ക് വിടല്. പെട്ടെന്ന് എന്തോ സ്ട്രൈക്ക് നടക്കുന്ന ഉച്ചക്ക് വിടും. പക്ഷെ എന്ത് ചെയ്യാ, ഒരു സങ്കടത്തോടെ പോവുക. കാരണം ജാഫർക്ക് വൈകുന്നേരം വരും, നമുക്ക് അന്നേരം ഒന്ന് വിളിച്ച് പറയാനോ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് വൈകുന്നേരം എത്തിയിട്ട് നമ്മള് വിളിക്കും, പറയും ഇന്ന് നേരത്തെ വിട്ടു അങ്ങനെയൊക്കെ പറയാം. അപ്പൊ എപ്പോഴും വിളിച്ചൊന്നും പറയാൻ പറ്റുമെന്നില്ല. അപ്പളേ ഫോണൊക്കെ കിട്ടിയാലൊക്കെ ഇതൊക്കെ ഉമ്മ കാണുന്നുണ്ടല്ലേ. ഉമ്മാക്കില്ലേ ഞങ്ങള് എന്നിട്ട് എന്ത് കല്യാണം കഴിഞ്ഞ 2 കുട്ടികൾ എന്നിട്ട് ഉമ്മക്ക് ദേഷ്യം കയറി, അനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഓരോന്ന് അറിയണത്. അപ്പം ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇതാണ് ഇവിടുത്തെ മോസ്റ്റ് ഫേവറേറ്റ് കോൾഡ് ബൂസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ക്യാമറ ചായ കുടിച്ചു. ഇവിടുത്തെ ചായ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത. ഇങ്ങനെ മിക്സ് മസാല ചായ. ഇതിന്റെ പേര് ശ്രദ്ധിച്ചോണം, കോൾഡ് കോഫി അല്ല, കോൾഡ് ബൂസ്റ്റ് ആണ് കേട്ടോ. സോറി കുടിക്കാൻ കാണാം. എനിക്ക് കുറച്ച് ചുമണ്ടായതുകൊണ്ട് ഞാൻ വല്ലാണ്ട്. പിന്നൊരു കാര്യം, നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ് പൊതുവേ. ഇത് നല്ല തണുപ്പാ. ടേസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഓയ് കൊടുക്കുന്നത് അപ്പൊ കൊടുക്കുന്നത് പെരി പെരി 1 പെരി പെരി ഫ്രൈസും 1 മോമോസും. മോമോസ് സ്റ്റീംഡ് ആണോ ഫ്രൈ ആണോ? സ്റ്റീംഡോ ഏതെങ്കിലും വാങ്ങിക്കാം. അത് കൊണ്ടുപോകാൻ ഇത് കൊണ്ടേക്കോ ദീദി. എന്റെ കുട്ടി അള്ളാ ഇവന്റെ കയ്യിൽ കിട്ടിയാൽ ഇത് കുടിക്കാം. ഒരു സ്ട്രോ കൂടി വാങ്ങിക്കട്ടോ. മൂന്ന് കുടിക്കാൻ അറിയില്ല, തായക്കൂതാണ്. അതെ ചപ്പിച്ച് തണുപ്പ്. അപ്പം എന്താണ് ഇനിയിപ്പോ എന്താ പറയാ, ഇത് ഞങ്ങളിതൊന്ന് ആസ്വദിച്ച് കുടിക്കട്ടെ, എന്നിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ. തട്ട് കേട്ട് പറിച്ചേക്കണ്. തണുപ്പ് കുറക്കാൻ പറഞ്ഞതാ. എനിക്ക് ചെറിയൊരു ചുമന്റെ ഒരു ഇതുണ്ട്, ചെറിയൊരു ചുമന്റെ പോലത്തെ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു ചുവള്ളല്ലേ എന്തായാലും ഒരു നല്ല മരുന്നാ അത്. നല്ല മരുന്നോ എന്താ പറയാ, ചുവ നോക്കണ്ട. എന്തിന്റെ ചുവയാ? ഒരു ഗ്യാസിന്റെ. ഓ ഇന്നൊരു ദിവസം കുടിപ്പിച്ച് നല്ലതാന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ ഓക്കാനം മാറാൻ ഞാൻ വേറെ എന്തൊക്കെ തിന്നിക്കാം. ഞാൻ പൊതുവേ മരുന്ന് കുടിക്കൂല, എനിക്കിഷ്ടല്ല. വാ ഇങ്ങോട്ട് വാ, നമുക്ക് രസവാ വെറുതെ. ഞാൻ പേയ്മെന്റ് ഒക്കെ ചെയ്യട്ടെ. പേയ്മെന്റ് ഇല്ല, കഴിഞ്ഞോട്ടെ. പറയാൻ വാ, എണീറ്റ് ഒരു അവിടെ ആള് വരും. ഇതാണ് ഇത് ഈ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ചുണ്ടയിലാണ് കേട്ടോ. വയനാട് ചുണ്ടയിലാണ് ഈ സ്ഥലം വരുന്നത്. നല്ല പ്ലേസ് ആണ്. എന്താ പറയാ,
എന്താ പറയാ നല്ല സ്പോട്ടാട്ടോ. ഇങ്ങനെ കാണിച്ചു കൊടുക്ക്, ഇങ്ങനെ കാണിച്ചു. നല്ല സ്പോട്ടാണ്. അപ്പുറത്തും എന്താ പറയാ ഒരു പാർക്ക് ഉണ്ട്, ഇപ്പുറത്തും ഈ സംഗതിക്ക് എന്താ പേര് പറയാ? ഗോകാട്ടി. ഇതാക്കണില്ലേ? അഡൾട്ട്സ്, കിഡ്സ്, കപ്പിള്. അതില് നിങ്ങൾ 2 പ്രാവശ്യം അതാ വീണ്. ഓ കല്ലിലാ വീണത്. സാരല്ല. അതിന്റെ ഇടയിൽ ലൂയിന്ന് വീണു. ഇവൻ ഒരു ചെറിയൊരു ജോമോളാണ്. ഇടക്കിടക്ക് പോയി ഞങ്ങളത് ഇങ്ങനെ ഉള്ളിലേക്ക് കുത്തിയാല് ആണ് കരകരപ്പ് വരിക. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. എന്താ പറയാ, ഞങ്ങള് തിരിച്ചും ബില്ലൊക്കെ അടച്ച് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.